അതേപോലെ തന്നെ PV അൻവറിനോട് ഇത് പറയുന്നത് വെറുതെ എന്തെങ്കിലും ഫേസ്ബുക്കിൽ പറയുന്നത് പോലെയല്ല, വളരെ വ്യക്തമായ അറിവോട് കൂടിയാണ് പറയുന്നത്. ഇതിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയാം. അതല്ല ഇത് ശരിയല്ല, ഞാൻ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ PV അൻവറിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. CPIMന്റെ നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സക്കറിയ CTയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. വിഷയം അൻവറാണ്. അൻവർ CPIMന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മറ്റ് CPI നേതാക്കളെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ധാർമ്മികത നമ്മളിന്ന് പരിശോധിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാണ് സക്കറിയയുടെ ആ വാക്കുകൾ ആരംഭിക്കുന്നത്. സക്കറിയ തൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണിത്. മാത്രവുമല്ല, അൻവർ എന്തുകൊണ്ടാണ് ഇടത് മുന്നണി വിട്ടത് എന്നതിൻ്റെ പ്രത്യേകമായ ഉദാഹരണം, അതിൻ്റെ റീസൺ കൂടി സക്കറിയ പറയുന്നുണ്ട്. പൊതുമധ്യത്തിൽ അൻവർ പറയുന്ന കാര്യങ്ങളല്ല അൻവർ ഇടത് മുന്നണി വിടാനുള്ള സുപ്രധാനമായ കാരണമെന്ന് വ്യക്തമായിട്ട് തെളിവ് സഹിതം സക്കറിയ പറയുന്നുണ്ട്. സക്കറിയയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പിണറായിസം തൊലയട്ടെ. ഇത് ഒരു 6 മാസമായിട്ട് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരാളാണ്. പിണറായിസം തൊലയട്ടെ. അത് പറയുന്ന ആള് മറ്റവരല്ല, എല്ലാവർക്കും അറിയാം. PV അൻവറാണ്, മുൻ MLA ആയിരുന്ന PV അൻവറാണ്. ഇതന്നെ ഉറക്കത്തിൽ എപ്പോ നോക്കിയാലും പിണറായിസം തൊലക്കണം. മാത്രമല്ല CPIMനെയും പിണറായിയെയും CPIMന്റെ നേതാക്കന്മാരും ധാർമ്മികത ഇല്ലാത്തവരാണ്. അവരെ ധാർമ്മികത വൽക്കരിച്ച് അവരെ നല്ലവരാക്കണം, പാർട്ടിനെ എല്ലാവരും നല്ലവരാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ധാർമ്മികതയുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഞാൻ മാത്രമാണ് രാഷ്ട്രീയത്തിൽ ഭയങ്കര ധാർമ്മികത ഉള്ള ആള് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന 6 മാസമായിട്ട് നടക്കുന്ന ഒരാള് PV അൻവറാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം പിണറായിസം തൊലക്കുക എന്നുള്ളതാണ്, പിണറായിസം അവസാനിപ്പിക്കുക, CPIMനെ നന്നാക്കുക, അവരെയൊക്കെ ധാർമ്മികത പഠിപ്പിക്കുക എന്നുള്ളത്. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ ധാർമ്മികത ഇങ്ങനെ കൂടുതലായി പ്രസംഗിക്കുമ്പോ നമുക്ക് തീർച്ചയായിട്ടും അവരെ ധാർമ്മികത കൂടി ഒന്ന് പരിശോധിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അതിനൊരു ചെറിയ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറയാണ്ട്, അത് വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ പറയാം. ചെറിയ ഒരു കാര്യങ്ങൾ, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാള് വലിയ സാമ്പത്തിക ശേഷി ഉണ്ട് എന്ന് നടിക്കുകയും വെല്ലുവിളിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ഒരാള് ഒരു സ്ഥാപനത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ 2 പ്രാവശ്യം ലോൺ ആയിക്കൊണ്ട് 10 കോടി രൂപയുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന അൻവർ KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് 10 വർഷങ്ങൾക്ക് മുമ്പേ 10 കോടിയോളം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ലോണ് തിരിച്ചടക്കാതെ ഇപ്പൊ അത് 21 കോടി രൂപയായി മാറിയിരിക്കുകയാണ്. ലോണ് നമ്മളെല്ലാവരും എടുക്കലുണ്ട്, ചിലപ്പോൾ അടക്കാൻ കഴിയൂല, ജപ്തി ചെയ്യും, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടക്കാത്തതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ ലോൺ എടുത്തിരിക്കുന്നത് 2 ലോണാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് 4.9 കോടി രൂപയും ഒന്ന് 3.5 കോടി രൂപയാണ് എടുത്തിട്ടുള്ളത്. ഇതില് ഒരു ലോണ് വളരെ വ്യക്തമായി ഇത് കേൾക്കുന്ന ആളുകൾ കേൾക്കണം. ഒരു ലോണ് PV അൻവർ എടുത്തിട്ടുള്ളത് 5/12/2015. എടുക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ചേർത്ത് പറയട്ടോ. അതിപ്പോ നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തുടങ്ങും നിങ്ങൾ നോക്കണ്ടേ, എങ്ങനെ ലോൺ എടുത്ത് പറ്റിച്ച ആളെയാണോ നിങ്ങൾ MLA ആക്കേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ പറയും. പൊന്നാര സുഹൃത്തുക്കളെ, അതിനാദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 5/10/2015, 5/12/2015, 2015 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ K. സുധാകരന്റെ സഹായത്തോടു കൂടിയാണ് ഈ ലോൺ എടുത്തിട്ടുള്ളത്. LDFന്റെ കാലത്തല്ല, ആദ്യമേ പറയാം. പിന്നെ വേറൊരു കാര്യം, ഇതില് ലോൺ എടുത്തതല്ല പ്രശ്നം. ലോൺ എടുത്തത് ഈ 5/12/2015 എടുത്തിട്ടുള്ള ലോണ് 3.5 കോടി രൂപ എടുത്തിട്ടുള്ളത് വ്യാജമായിട്ടുള്ള രേഖ, ആധാരവും പട്ടയവും അടക്കം വ്യാജമായിട്ടുള്ള രേഖകൾ സമ്പാദിച്ച് അത് ഹാജരാക്കിയിട്ടാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് ലോൺ എടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് പറയുമ്പോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തമായി ആധികാരികതയോടുകൂടി ആണ് CPIMന്റെ നിലമ്പൂർ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള സക്കറിയ എന്ന് പറയുന്ന ഞാനിത് പറയുന്നത്. PV അൻവർ KFCയിൽ നിന്ന് എടുത്ത 2 ലോണിലൊന്ന് വ്യാജരേഖ ചമച്ച് ആ സ്ഥാപനത്തെയും ഈ നാടിനെയും വഞ്ചിച്ചുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് 21 കോടി രൂപയോളം പെൻഡിങ് ആയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് അൻവർ ഇത്ര പെട്ടെന്ന് ഈ MLA സ്ഥാനത്ത് രാജിവെച്ച് പിണറായിസം തുറക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതെന്ന് കുറെ ആളുകൾക്ക് അറിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊക്കെ ചർച്ചയിൽ വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്.
2015 UDFന്റെ കാലത്ത് എടുത്തു കൊടുത്ത ലോണാണ് ഈ ലോണ്. അതിൽ വ്യാജരേഖയുടെ പ്രശ്നം അടക്കമുണ്ട്. അത് 21 കോടി രൂപയായിരിക്കുന്നു. ആ 21 കോടി രൂപ എഴുതി തള്ളണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കേരള മന്ത്രിസഭയെയും സമീപിച്ചിട്ട് അത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള പിണറായിസം തുലക്കാൻ വേണ്ടിയിട്ട് PV അൻവർ ഇറങ്ങി പുറപ്പെട്ടുള്ളത്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം. പക്ഷേ ഇയാളെ പുള്ളിയാണരാക്കുന്ന ഏതെങ്കിലും ഒരു സർവീസ് ബാങ്കിന്റെ 10,000 രൂപ ആരെങ്കിലും എടുത്താൽ അതിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന അവിടെ മയക്കുമായി പോകുന്ന അൻവറിനെ ഇന്ന് കാണുന്ന കോലത്തിലാക്കി മാറ്റിയിട്ടുള്ള മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മീഡിയ വൺ, റിപ്പോർട്ടർ അടക്കമുള്ള സകല മാധ്യമങ്ങളെയും അറിവിലേക്കും അവരെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, മലപ്പുറത്തെ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ KFCയിലാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ അൻവർ നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാനുള്ള അന്വേഷണം നടത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ആ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ആ 2 രേഖകൾ, ഈ എടുത്ത ലോണിന്റെ 2 രേഖകൾ ഹാജരാക്കാൻ വേണ്ടി നിങ്ങൾ പറയണം. നിങ്ങൾ ഈ വിവരം പുറത്തു കൊണ്ടുവരണം. തന്റെ ഇടമുള്ളവരാണെങ്കിൽ, ധാർമ്മികതയുള്ളവരാണെങ്കിൽ ഇത് പുറത്തു കൊണ്ടുവരണം. അതേപോലെ തന്നെ PV അൻവറിനോട് ഇത് പറയുന്നത് വെറുതെ എന്തെങ്കിലും ഫേസ്ബുക്കിൽ പറയുന്നത് പോലെയല്ല, വളരെ വ്യക്തമായ അറിവോട് കൂടിയാണ് പറയുന്നത്. ഇതിന് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയാം. അതല്ല ഇത് ശരിയല്ല, ഞാൻ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ PV അൻവറിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ നാട്ടിലൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഈ ധാർമ്മികത പ്രസംഗിച്ച് നടക്കുന്ന പരിപാടി നിർത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതിന് നിയമ നടപടി സ്വീകരിക്കാൻ PV അൻവറിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്.